നമസ്കാരം. ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാപ്പ ഉത്തരവ് ലംഘിച്ച് നാട്ടിലെത്തിയ പ്രതിയെ വലപ്പാട് പോലീസ് പിടികൂടി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന സാഹസയാത്രയ്ക്ക് സ്വീകരണം നൽകി. ധീര സൈനികർക്കും കേന്ദ്ര സർക്കാരിനും അഭിവാദ്യങ്ങൾ അർപ്പിച്ച് BJP നാട്യ മണ്ഡലം കമ്മിറ്റി തിരംഗയാത്ര സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിലെ പ്രവേശിച്ചയാളെ റിമാൻഡ് ചെയ്തു. വലപ്പാട് കോതകുളം ബീച്ച് കണ്ണംപറമ്പിൽ സുരമോൻ എന്ന നിഖിലിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ 6 മാസത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നതിൽ നിന്നും വിലക്കിയിരുന്നു. ഇത് ലംഘിച്ച് വലപ്പാട് വട്ടപ്പരത്തിലെത്തിയപ്പോഴാണ് ഇയാളെ പിടികൂടിയത്. വലപ്പാട് SHO MK രമേശ്, സബ് ഇൻസ്പെക്ടർമാരായ എബിൻ, സദാശിവൻ, CPO ജിജു എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. പടിയം സ്മാർട്ട് വില്ലേജ് ഓഫീസ് റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തെ അക്ഷരാർത്ഥത്തിൽ ഹൃദയത്തിൽ ചേർത്തു പിടിച്ചുകൊണ്ട് കേരളത്തിൽ അത് സാധ്യമായി എന്ന അഭിമാനബോധമാണ്. യഥാർത്ഥത്തിൽ ഈ 9 വർഷക്കാലം 2 ഗവൺമെൻറ്റുകൾ പിന്നിടുമ്പോൾ ആദ്യത്തെ ഗവൺമെൻറ്റിൻ്റെ 5 വർഷക്കാലം കൊണ്ട് 1,77,717 പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ ആദ്യ ഗവൺമെൻറ്റിന് അതിൻ്റെ 5 വർഷക്കാലം കൊണ്ട് സാധിച്ചു. രണ്ടാമത്തെ ഗവൺമെൻറ് അതിൻ്റെ 4 വർഷക്കാലം പിന്നിടുമ്പോൾ തന്നെ 2,23,000-ലേറെ പട്ടയങ്ങൾ വിതരണം ചെയ്തു. അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 4,06,958 പട്ടയങ്ങൾ 9 വർഷക്കാലം കൊണ്ട് വിതരണം ചെയ്യാൻ കഴിഞ്ഞ ചരിത്രപരമായിട്ടുള്ള നേട്ടം നേടാൻ കഴിഞ്ഞ ഒരു ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ റവന്യൂ വകുപ്പ് മന്ത്രിയായി എന്നുള്ളതാണ്. സാധാരണ നിലയിൽ 4,06,958 പട്ടയങ്ങൾ വിതരണം ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ വില്ലേജ് ഓഫീസിൽ നിന്ന് വിതരണം ചെയ്ത ഏതോ പോക്കുവരവിൻ്റെ കണക്ക് പറയും പോലെ നമ്മൾ വലിയ വികാരമൊന്നും ഇല്ലാതിരിക്കുന്നത് അതിൻ്റെ യഥാർത്ഥ ഗൗരവം തിരിച്ചറിയാത്തത് കൊണ്ടാണ്. 2016-ലും 2021-ലും കേരളത്തിൽ 2 ഗവൺമെൻറ്റുകൾ അധികാരത്തിൽ വരുന്ന സമയത്ത് പത്രം വായിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചിത്രം കാണുമ്പോൾ രണ്ടാമത്തെ ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിൽ മുഖംമൂടികൾ വെച്ച് മന്ത്രിമാർ 21 പേർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചിത്രം വീഡിയോയിലൂടെ TV-യിലൂടെ കാണുമ്പോൾ ആര് മന്ത്രിയായിട്ട് എന്ത് കാര്യം, മരിച്ചാൽ കുഴിച്ചിടാൻ 6 അടി മണ്ണിന് ഉടമയാകാൻ കഴിഞ്ഞില്ലല്ലോ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്തിരുന്ന 4,06,958 കുടുംബങ്ങൾ ഭൂമിയുടെ ഉടമകളായി എന്നുള്ളതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളിൽ. CC മൂന്നൻ MLA അധ്യക്ഷനായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് T മുരളി, ജനപ്രതിനിധികളായ VN സുർജിത്ത്, PS സുജിത്ത്, മേനക മധു, ശരണ്യ രജീഷ്, PA ഷഫീർ, അബ്ദുൾ ജലീൽ, CK കൃഷ്ണകുമാർ, സെൽജി ഷാജു, മിനി ചന്ദ്രൻ, ജ്യോതി രാമൻ, മിൽന സ്മിത്ത്, ലീന മനോജ് എന്നിവർ സംസാരിച്ചു. സ്ഥലം സംഭാവന ചെയ്ത VK ചന്ദ്രദാസിനെ ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ സ്കീമിൽ ഉൾപ്പെടുത്തി 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പടിയം സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിച്ചത്. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന സാഹസയാത്രയ്ക്ക് വലപ്പാട് ചന്തപ്പടിയിൽ മഹിളാ കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകി. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മെയ്ജി തോമസ് അധ്യക്ഷയായി. ജാഥ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് ജെബി മേത്തർ MP, മുൻ MP രമ്യ ഹരിദാസ്, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുബൈദ മുഹമ്മദ്, മഹിളാ കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് T നിർമ്മല, യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി സുനിൽ ലാലൂർ, നാട്ടിക ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് P വിനു, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സിബ പ്രദീപ്, വലപ്പാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സന്തോഷ് മാസ്റ്റർ, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റുമാരായ രഞ്ജൻ എരുമത്തുരുത്തി, CR അറുമുഖൻ, CV വികാസ് എന്നിവർ സംസാരിച്ചു. നിങ്ങളോടൊക്കെ ഒരുപാട് അഭിമാനവും സ്നേഹവും സന്തോഷവും ഹൃദയാഭിവാദ്യങ്ങളും നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഇവിടെ ഈ വലപ്പാട് പഞ്ചായത്തിൽ
നമ്മൾ 995-ലാണ് നമ്മൾ ഈ പഞ്ചായത്ത് ഭരിച്ചതെങ്കിൽ ഇത്രയും വർഷങ്ങൾക്കിപ്പുറവും ഇവിടെ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന വെല്ലുവിളികൾ നമ്മുടെ മുന്നിലുണ്ട്. എങ്കിൽ പോലും ഞാൻ വരുന്നത് ആലുവയിൽ നിന്നാണ്. അവിടെ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ വലിയ വെല്ലുവിളികളൊന്നുമില്ല. അവിടെ മുനിസിപ്പാലിറ്റി കാലാകാലങ്ങളിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. പക്ഷെ ഇവിടെ ഞാനുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി എന്ന് പറയുവാൻ ഇത്രയും സഹോദരിമാരും കോൺഗ്രസിന്റെ നേതാക്കന്മാരും സഹപ്രവർത്തകരും ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹപ്രവർത്തകരെ, നിങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തി, നിങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്ത്, നിങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഈ പ്രദേശത്തെ മുഖങ്ങൾ. അഭിമാനമാണ്, സ്നേഹമാണ്. ഒരുപാട് ഹൃദയാഭിവാദ്യങ്ങൾ. കഴിമ്പ്രം ശ്രീരാമചന്ദ്ര ചാരിറ്റബിൾ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സുനാമി നഗറിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ശ്രീരാമചന്ദ്ര ട്രസ്റ്റിൽ നടന്ന 2ാം ഘട്ട വിതരണ ഉദ്ഘാടന ചടങ്ങ് വാർഡ് മെമ്പർ ഫാത്തിമ സലീം ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ഭാരവാഹി വത്സല രാമചന്ദ്രൻ അധ്യക്ഷയായി. ഹർഷൻ കൊല്ലാടിക്കൽ, ലെന്നി ഹരിദാസ്, കാർത്തികേയൻ കൊല്ലാടിക്കൽ എന്നിവർ സംസാരിച്ചു. 20ഓളം കുട്ടികൾക്ക് ബാഗ്, നോട്ട് പുസ്തകം, കുട എന്നിവ വിതരണം ചെയ്തു. പറയാൻ പറ്റില്ല അല്ലേ? വിദ്യാഭ്യാസമാണ് നമ്മുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് നമുക്കറിയാലോ. വിദ്യാധനം സർവ്വനിരനാൽ പ്രധാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാവശ്യമായ കൈത്താങ്ങ് നൽകുകയാണ് ഓരോ പൗരന്റെയും ഏറ്റവും മഹത്തായ ലക്ഷ്യങ്ങളും കടമകളും അല്ലേ? ആ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മുടെ പഠന കിറ്റ് നൽകുന്ന ഒരു പരിപാടിയാണ് നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് തൃപ്രയാറിൽ മഹിളാ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകി. KPCC സെക്രട്ടറി എ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും ചേർന്നുകൊണ്ട് UDFന്റെ പ്രവർത്തകർ ചേർന്നുകൊണ്ട് ആ ജാഥയെ സ്വീകരിക്കുകയാണ് നമ്മളൊക്കെ ചെയ്യാറുള്ള പതിവ്. എന്നാൽ AK ആന്റണി കോൺഗ്രസ് പ്രസിഡന്റായ ശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ഒരു സംസ്ഥാന അധ്യക്ഷ എല്ലാ മണ്ഡലങ്ങളിലേക്കും സംസ്ഥാന ജാഥയുമായി നടന്നു വരുന്നത്. എല്ലാ മണ്ഡലങ്ങളും നേരിട്ട് ചെന്നുകൊണ്ട് എല്ലാ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെയും ഞാൻ നേരിട്ട് കണ്ട് സംസാരിക്കുമെന്നുള്ള മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജെബി മേത്തറിന്റെ നിശ്ചയദാർഢ്യമാണ് എല്ലാ മണ്ഡലങ്ങളിലും കടന്നു ചെല്ലാൻ മഹിളാ കോൺഗ്രസ് തീരുമാനമെടുക്കാൻ കാരണം. നമുക്കറിയാം, ഇന്ന് വൈകിട്ട് തന്നെ 10ഓളം സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് ജാഥ കടന്നു ചെല്ലാനുണ്ട്. മഹിളാ കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റീന പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. മുൻ MP രമ്യ ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് P വിനു, സന്ധ്യ ഷാജി, ജയലക്ഷ്മി ദത്തൻ, സുബൈദ മുഹമ്മദ്, T നിർമ്മല, കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ്, DCC സെക്രട്ടറിമാരായ നൌഷാദ് ആറ്റുപറമ്പത്ത്, അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, അനിൽ പുളിക്കൽ, VR വിജയൻ, K ദിലീപ് കുമാർ, CM നൌഷാദ് എന്നിവർ സംസാരിച്ചു. വലപ്പാട് സ്നേഹ കൂട്ടായ്മയും ദി കൊച്ചിൻ ഐ ഫൗണ്ടേഷനും സംയുക്തമായി നടത്തുന്ന സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് ശനിയാഴ്ച രാവിലെ 9:30 മുതൽ കരയമുട്ടം UP സ്കൂളിൽ വെച്ച് നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9496661264, മറ്റൊരു നമ്പർ 9995373117 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇടവേള. പിണറായി വിജയൻ സർക്കാർ 10ാം വർഷത്തിലേക്ക്. പുരോഗതിയുടെ നവകേരളം സാധ്യമാക്കി 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികം. ഏപ്രിൽ 21 മുതൽ മെയ് 30 വരെ എന്റെ കേരളം. എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്ന യോഗങ്ങൾ, വിവിധ വകുപ്പുകൾ ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ, അറിയേണ്ടതും ഉപകാരപ്രദവുമായ പദ്ധതികൾ എന്നിവയുൾപ്പെട്ട ഒരാഴ്ച വീതം നീണ്ടു നിൽക്കുന്ന ജില്ലാതല പ്രദർശന വിപണന ഭക്ഷ്യ കായിക മേളകൾ, 6 സംസ്ഥാനതല യോഗങ്ങൾ, വികസന പദ്ധതികൾ സംബന്ധിച്ച മേഖലാ അവലോകന യോഗങ്ങൾ, കലാപരിപാടികൾ, പൊതുജനങ്ങൾക്കായി മിഴിവ്, ഷോർട്ട് വീഡിയോ മത്സരം. ഒത്തുചേരാം നാടിന്റെ ആഘോഷത്തിനായി. പിണറായി വിജയൻ സർക്കാർ 10ാം വർഷത്തിലേക്ക്.
നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. Geeta Ravi Public School, the joy of learning. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷി ദിനവും പുഷ്പാർച്ചനയും നടത്തി.
പ്രവാസി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി MA സലീം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PS സന്തോഷ് മാസ്റ്റർ അധ്യക്ഷനായി. സുമേഷ് പാനാട്ടിൽ, സുജിൽ കരിപ്പായിൽ, സജിത്രൻ തയ്യിൽ, ഉജിത ഉണ്ണികൃഷ്ണൻ, UR രാകേഷ്, ബിജോയ് എറണാകുളത്ത്, ഇസ്മയിൽ അറക്കൽ, ഡേവിസ് വാഴപ്പിള്ളി, CK പ്രസാദ് എന്നിവർ സംസാരിച്ചു. ഭാരതത്തിലെ സ്ത്രീകളുടെ മനസ്സിനേറ്റ മുറിവിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മറുപടി നൽകിയ ധീര സൈനികർക്കും കേന്ദ്ര സർക്കാരിനും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് BJP നാട്ടിയ മണ്ഡലം കമ്മിറ്റി തിരംഗയാത്ര സംഘടിപ്പിച്ചു. തൃപ്പയാർ ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച യാത്ര റിട്ടയർഡ് സുബേദാർ TK രാജേന്ദ്രന് ദേശീയ പതാക കൈമാറിക്കൊണ്ട് തൃശൂർ സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. തൃപ്പയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ച യാത്രയിൽ നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ് അധ്യക്ഷയായി. മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈൻ നെടിയിരിപ്പിൽ, തൃശൂർ സിറ്റി ജില്ലാ ഭാരവാഹികളായ EP ഹരീഷ് മാഷ്, സജിനി മുരളി, നവീൻ മേലെടുത്ത്, മണ്ഡലം ഭാരവാഹികളായ ഗോകുൽ കരിപ്പിള്ളി, സുനിൽ ദത്ത്, ലാൽ ഊണുങ്ങൽ, NS ഉണ്ണിമോൻ, KR മോഹനൻ, ഷാജി ആലുങ്ങൽ, ഭഗിനി സുനിൽ, നിഷ പ്രവീൺ എന്നിവർ നേതൃത്വം നൽകി. ദേശീയ ഡെങ്കിപ്പനി ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം വാടാനപ്പള്ളി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രവും തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി തൃത്തല്ലൂർ ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. ബോധവൽക്കരണ റാലി, ഫ്ലാഷ് മോബ്, കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരുന്നു. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെ സൂചിപ്പിക്കും. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ കണക്കുകാണിക്കുന്ന ഒരു വർഷം 39 കോടി പേർ ഡെങ്കി പനിക്ക് വിധേയരാകുന്നുണ്ട്, അനുപാതം ഉണ്ടാകുന്നുണ്ട് എന്നാണ് കണക്ക്. ഒരു മരിക്കല്ല, ഒരു വൈറസ് രോഗം മൂലമുള്ള പനിയാണ് ഈ പനി എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ രോഗവാഹകർ ഈഡിസ് കൊതുകുകളാണെന്നുള്ള കാര്യം നമുക്കറിയാം. കൊതുകുകൾ, സാധാരണ കൊതുകുകൾ മലിനജലത്തെ വളരും, ശുദ്ധജലത്തിൽ വളരും. പക്ഷേ ഈ കൊതുകിൻ്റെ പ്രത്യേകത ശുദ്ധജലത്തിലാണ് വളരുന്നത്. അത്യാവശ്യം മഴക്കാലം വരുമ്പോൾ പകലൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ആക്രമണം ഉണ്ടാകുന്നത്. സാധാരണ കൊതുകുകൾ രാത്രികാലങ്ങളാണ് ഉള്ളതുകൊണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശുദ്ധജലത്തിൽ ഇത് വളരുമെന്ന് പറയുമ്പോൾ ഇതിന് പ്രതിരോധ മാർഗങ്ങളില്ലാതെ, പ്രതിരോധ മാർഗങ്ങളില്ല, ഇല്ലായ്മ ചെയ്യാൻ ആവശ്യമായ മരുന്നുകളെ സംബന്ധിച്ച് പരിശോധിച്ചാൽ നമ്മുടെ പരിസരം വൃത്തിയാക്കി വയ്ക്കാനേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു, ചുറ്റി ധാരാളം മഴ വരുമ്പോൾ ഒരുപാട് ചിരട്ടകളൊക്കെ ഉണ്ടാവും, പഴയ പാത്രങ്ങളൊക്കെ ഉണ്ടാവും. ഇതിലൊക്കെ വെള്ളം പറ്റിക്കിടക്കാണ്. വെള്ളത്തിലല്ലാതെ ഇതിൻ്റെ പാത്രത്തിലാണ്, അത് അരിവശത്താണ് പറ്റി പിടിച്ചിരുന്ന് മഴ മാറിയാൽ ദീർഘനാൾ പെയ്യും. പിന്നെ നനവ് വെച്ചപ്പോൾ വീണ്ടും അത് വരുന്ന കണക്കിലൂടെ. തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് KC പ്രസാദ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി, ജില്ലാ വെക്ടർ ബോൺ ഡിസീസ് ഓഫീസർ സന്തോഷ് ജോർജ്, തൃശൂർ DPM ഡോക്ടർ സജീവ് കുമാർ, ജൂനിയർ അഡ്മിനിസ്ട്രേറ്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിർമ്മൽ, ആലപ്പുഴ ടെക്നിക്കൽ അസിസ്റ്റന്റ് K ഗോപകുമാർ, വാടാനപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ അഞ്ജലി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കാപ്പ ഉത്തരവ് ലംഘിച്ച് നാട്ടിലെത്തിയ പ്രതിയെ വലപ്പാട് പോലീസ് പിടികൂടി.
മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന സാഹസയാത്രയ്ക്ക് സ്വീകരണം നൽകി. ധീരസൈനികർക്കും കേന്ദ്ര സർക്കാരിനും അഭിവാദ്യങ്ങൾ അർപ്പിച്ച് BJP നാട്യ മണ്ഡലം കമ്മിറ്റി തിരംഗയാത്ര സംഘടിപ്പിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.